വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന സിബിൻ ഋഷിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഋഷിയുടെ നെഗറ്റീവുകൾ, പുറത്ത് പ്രേക്ഷകർ ഋഷിനെ കാണുന്ന രീതി, ഇതെല്ലാം കൂടി വെച്ചിട്ട് ഋഷിനെ വീഴ്ത്താൻ സിബിന് സാധിച്ചുവോ? ഋഷി ഒരു അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ജാൻമണിയുടെയും അൻസിബയുടെയും സ്നേഹത്തിന്റെയും ഇമോഷൻസിന്റെയും ഇടയിൽ നിന്ന് ഋഷിക്ക് ഗെയിമിലേക്ക് വരാൻ പറ്റാതെ ആയിട്ടുണ്ട്. ഇത് ഋഷി അപകട നിലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക തന്നെയാണ്. ജാസ്മിൻ, അതെ, ജാസ്മിന്റെ ഗെയിമിൽ കുരുക്കിയിട്ടേക്കുന്നത് ഗബ്രി അല്ലേ? ഗബ്രിയുടെ ആവശ്യമല്ലേ ജാസ്മിൻ കൂടെ വേണം എന്നുള്ളത്? ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പെട്ടുപോയ അവസ്ഥയായിരുന്നു. ഇന്ന് കരയുന്നുണ്ടായിരുന്നു, എന്നെ ഒഴിവാക്കുകയാണ്, പലർക്കും എന്നെ കാണുന്നതേ ദേഷ്യമാണെന്ന്. ഈ അവസ്ഥ വരുത്തി വെച്ചത് ആരാണ്? ഇത്രയും നല്ലൊരു സ്ട്രോങ് പ്ലെയറിന് ഇതെന്ത് പറ്റി? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് മെയിൻ എപ്പിസോഡിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് സിബിൻ്റെയും ഋഷിയുടെയും വഴക്കായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ തുടങ്ങിയ സംഭവമാണ്. എനിക്ക് തോന്നുന്നു സിബിൻ നേരത്തെ തന്നെ ഋഷിയെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ജുവനൈലിലേക്ക് ഒരു വിസിറ്റിന് കൊണ്ടുപോകുമ്പോൾ ഋഷിനെയും കൂടെ കൊണ്ടുപോകണം. കാര്യം ഋഷിക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല മറ്റുള്ളവരോട്. വളരെ മോശമായിട്ടുള്ള പെരുമാറ്റ രീതി, അഹങ്കാരം, സ്ത്രീകളോട് വളരെ മോശം, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടുള്ള എടുത്തുചാട്ടം രീതിയിലുള്ള വർത്തമാനം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജുവനൈലിലൊന്ന് വിസിറ്റ് നടത്തിയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ സിബിൻ അതിൽ ട്രിഗറായി, നല്ല രീതിയിൽ, നല്ല അസലായ രീതിയിൽ ട്രിഗറായി ഋഷി തിരിച്ചു വന്നു. ഭയങ്കരമായ രീതിയിൽ സിബിനോട് ഷൗട്ട് ചെയ്തു. അത് മാത്രമല്ല, അൻസിബയുടെ പേരും കൂടി എടുത്തിട്ടു. നീ അൻസിബേനെ സ്പേസിൽ കയറി പോവാൻ നിൽക്കരുത്, ഷോ കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ സിബിൻ നേരെ ശ്രീധുവിനെ എടുത്തിട്ടു. ശ്രീധുവിനോട് നീ വളരെ പുച്ഛത്തോടെയാണ് പെരുമാറുന്നത്, നിന്റെ ഈ ഡിസ്റെസ്പെക്ട്ഫുൾ സ്വഭാവമാണ് നിന്നെ ജുവനൈൽ വിസിറ്റിന് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് സിബിൻ ഋഷിനെ എക്സ്പോസ് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് നോറ കണ്ടുപിടിച്ചത് ഒരു ഗെയിം തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഋഷിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ വന്നപ്പോൾ തന്നെ സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഋഷി എപ്പോഴും പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്. ഋഷി ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ആളാണ്. ഋഷിക്ക് അവിടെ വളരെ ഗെയിം പാറ്റേണോ ഒരാളെ എടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഋഷിക്ക് തൻ്റെ നേരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആൾക്കാരെ എന്തുകൊണ്ടും ആരും ഒന്നും പറയാൻ പാടില്ല. ഇപ്പം അൻസിബയുടെയും ജാൻമണിയുടെ ഇടയിലാണ് ഋഷി ഇരിക്കുന്നത്. അവരങ്ങനെ പാമ്പർ ചെയ്ത് കൊഞ്ചിച്ച് ലാളിച്ച് വെച്ചേക്കുന്ന ഒരു കുട്ടിയാണ് ഋഷി. ഭയങ്കര അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജിൻഡോനെ ഇടയ്ക്കിടയ്ക്ക് വിശ്വസിക്കും. അപ്പോൾ ജാൻമണിയുടെ അൻസിബേനെയും കുഞ്ഞുവാവയായിട്ടാണ് ഋഷി അവിടെ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സോണിൽ നിന്ന് ഋഷി പുറത്തേക്ക് വന്നില്ല എങ്കിൽ, ഇവരെങ്ങാനും ഔട്ടായി പോയാൽ ഋഷിക്ക് അവിടെ നിൽക്കാനേ പറ്റത്തില്ല, ഒട്ടുമേ നിൽക്കാൻ പറ്റത്തില്ല. പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് ഹാം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. കാര്യം ഋഷി ഭയങ്കരമായ കംഫർട്ട് സോണിലായിരിക്കുന്നത്. ഋഷീനെ എന്ത് കാര്യത്തിലും ജാൻമണി പോയിട്ട് ഞാനുണ്ട് കൂടെ, നീ വിഷമിക്കണ്ട, ഞാൻ തുടച്ചു തരാം, അങ്ങനെ ഒരു അമ്മയെ പോലെ ആണ് ഋഷീനെ കെയർ ചെയ്യുന്നത്. അത് വളരെ അപകടമാണ്. പക്ഷേ ഒരു നല്ല ഒരു ഇമോഷനാണ്, നല്ല രീതിയാണ്, നല്ല സ്നേഹമുള്ള കാര്യം നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കളിയിൽ ചുറ്റുമുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഋഷി അപകട മേഖലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അൻസിബയും അപ്സരയും തമ്മിൽ ഒരു വളരെ ക്ലാഷ്, അത് പേഴ്സണൽ ഈഗോ ക്ലാഷാണ് അതുണ്ടായത്. അൻസിബയ്ക്കുള്ള ഒരു ഈഗോ പ്രോബ്ലം ഉണ്ട്. അതായത് എനിക്ക് പറ്റത്തില്ല അവൾ പറയണ കേൾക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിന് നാളെ അൻസിബയ്ക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് അൻസിബ ചെയ്യോ ഇല്ലെന്ന് എനിക്കൊന്ന് കാണണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കി പറയാം. ഇനി റസ്മിൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇജക്റ്റ് ആയി, അങ്ങനെയൊന്നും വന്നിട്ടില്ല, അങ്ങനെ ഇജക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ചലഞ്ച് ടാസ്ക്. ഇന്നത്തെ ചലഞ്ച് ടാസ്കിലെ ടണൽ ടീമാണ് ജയിച്ച് നിൽക്കുന്നത്. പൂജ അരച്ച് കലക്കി പഠിച്ചിട്ട് വന്നേക്കാണ് ബിഗ് ബോസ്. എനിക്കൊന്ന് തിയറി പാട്ടൊക്കെ പൂജയ്ക്ക് നന്നായിട്ട് പറ്റും. അതേപോലെ തന്നെ ആ പ്രസ് മീറ്റിന് നന്നായിട്ട് പൂജ ഗബ്രീനെ വലിച്ചു കീറി. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജയുടെ ടണൽ ടീം തന്നെയായിരിക്കും അടുത്ത പവർ ടീം ആവാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് നാളെ നമുക്കറിയാൻ പറ്റും. ജിൻഡോയാണ് അതിനകത്തേക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണം. അപ്പോൾ പവർ ടീം ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പൂജയുടെ ടീം. ഇനി അടുത്തും ജാസ്മിൻ്റെയും ഗബ്രി. ഇന്ന് ജാസ്മിൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സരേനെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. കാര്യം അപ്സര ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ജാസ്മിനെതിരെ ഉണ്ടാക്കും. മാത്രമല്ല ഇവരുടെ ഈ ആഴ്ച കഴിഞ്ഞ ശേഷം ഗബ്രിയുടെ ടീമിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് അപ്സരയുണ്ട്. സോ അപ്സര ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. അപ്പോൾ ജാസ്മിനും അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയത്തില്ല. ജാസ്മിൻ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമറാണ്. അവിടെയുള്ള സകല ആൾക്കാരെയും ജാസ്മിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ മേലെയാണ് ജാസ്മിൻ്റെ ഒച്ച നിൽക്കുന്നത്. ആകെയുള്ള ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നത് അത് ഗബ്രിയുടെ ഗെയിമാണെന്നാണ് ഞാൻ പറയുന്നത്. സത്യമായിട്ടും ആ കുട്ടീനെ ലോക്കാക്കി കളഞ്ഞു. ജാസ്മിൻ്റെ തെറ്റാണ്, അത് വേറെ കാര്യം. പക്ഷേ ഗബ്രി അവിടെ ജാസ്മിനെ ലോക്കാക്കി കളഞ്ഞു. ഇവിടെ അപ്സര ഈ ഒരു ടീമിൽ വരുന്നതും ഈ പവർ ടീമിനെ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് അപ്സര ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാ കാര്യത്തിലും അപ്സര സംസാരിക്കുന്നുണ്ട്. ഗബ്രി കുറച്ച് ഈ ആഴ്ച വീക്കായി. അത് പ്രസ് മീറ്റിൽ ഗബ്രിയെ തേച്ചൊട്ടിച്ചുകൊണ്ട് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. പക്ഷേ എന്നാലും
അപ്സര അവിടെ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരാൻ നമ്മുടെ ജാസ്മിന് ഒരു പ്രശ്നമുണ്ട്. അതുമാത്രമല്ല ഇന്ന് അപ്സര അവിടെ പോയി ഇരിക്കാനും പറഞ്ഞു. അത് കാരണം ജാസ്മിൻ ഇന്ന് പൊട്ടിക്കരയുകയും ചെയ്തു. പിന്നെ ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞു, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ പേര് എന്നെ കാണുന്നതേ ആർക്കും ഇഷ്ടമല്ലെന്ന്. അത് ജാസ്മിൻ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. മനസ്സിലായോ? കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ എല്ലാവരോടും പെരുമാറുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓടി 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 നടന്ന് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും വർത്തമാനം പറയുന്നുണ്ട്, എല്ലാവരും ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ചേച്ചി, മറ്റേ എന്താന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ജിൻഡോക്കാക്ക എല്ലാവരോടും സംസാരിക്കുന്നത്. പക്ഷേ ഒരു സ്നേഹം, അതായത് ഒരു ചെറിയൊരു ഇമോഷൻ കുറവുണ്ട്, ഒരു റെസ്പെക്റ്റിൻ്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ്റെ ഒരു ഇതിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ജാസ്മിനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി തലയെ കയറിയിരിക്കും, ഡോമിനേറ്റിംഗ് ആയിരിക്കും, ഇനി നമ്മളുടെ അടുത്ത് ഒരു റെസ്പെക്റ്റ് തിരിച്ച് കാണിക്കത്തില്ല, സ്ത്രീയെന്നും പെണ്ണുമ്പിള്ളെന്നൊക്കെ വിളിച്ചു തുടങ്ങും, അത് അവർക്ക് മോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജാസ്മിനെ പലരും അടുപ്പിക്കാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം നമ്മളാണെങ്കിലും ഇതിനെ അടുപ്പിക്കേണ്ട, കാരണം ഇനി നമ്മുടെ തലയെ കയറിയിരിക്കും, ഇത് ഡോമിനേറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അൻസിബ വന്നപ്പോഴും അൻസിബ പൊക്കോളാൻ പറഞ്ഞ് ഭയങ്കര മോശം. എനിക്ക് പാവം തോന്നി ജാസ്മിനോട്, സത്യം. എൻ്റെ അടുത്ത് ഇരിക്കണ്ട, പൊക്കോ ജാസ്മിൻ അവിടെ എന്താണ് നിങ്ങൾക്ക് അറിയണം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി പോയത്. വേണ്ട പ്ലീസ് ഒന്ന് പോയി തരുമോ എന്നുള്ള രീതിയിലാണ് അൻസിബ നിന്നത്. കാരണം അൻസിബയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ജാസ്മിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ജാസ്മിൻ്റെ മനസ്സിലാണ്. അതൊക്കെ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഇത് പൊട്ടിക്കറിഞ്ഞു. ഗബ്രി ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയാണ്. കാര്യം ഗബ്രി ഓൾറെഡി പ്ലാൻഡ് ആണ്. നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ഈ ഗെയിമിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് മത്സരാർത്ഥി തന്നെയാവും. അതുമാത്രമല്ല ഗബ്രി പറയുന്നത് പുറത്ത് തന്നെ ഈ ഫിലിം ഫീൽഡൊക്കെയാണ്, പലരുമായിട്ട് എൻ്റെ പേരുകൾ കൂട്ടിച്ചേർത്തൊക്കെ പറയും. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതുമാത്രമല്ല ഗബ്രി പറയുന്നത് പവർ ടീമിൽ കയറിയാൽ ആകെ കൂടെ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. പവർ ടീമിൽ പവർ കാണിച്ചാലും വിലയുണ്ടാവില്ല, കാണിച്ചില്ലെങ്കിലും വിലയുണ്ടാവില്ല, അത്രേ ഉള്ളൂ. പവർ ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പവർ ടീം. എന്തൊക്കെ നമ്മൾ കാണിച്ചാലും നമുക്ക് വില കിട്ടൂല. എന്തൊക്കെ നമ്മൾ അവരുടെ കാല് വണങ്ങി നിന്നാൽ വില കിട്ടൂല, നമ്മൾ വലിയ പവർ കാണിച്ചാൽ വില കിട്ടൂല, ന്യൂട്രലായിട്ട് നിന്നാൽ ഒന്നും ചെയ്തില്ലെന്ന് പറയും. എന്തായാലും ഉഗ്രം പണിയാണ് പവർ ടീം. പക്ഷെ ഗബ്രി എപ്പോഴും ഏറ്റവും കൂടുതൽ പവർ ടീമിൽ കയറിയത് ഗബ്രിയാണ് ഇവിടെ. അപ്പം ഗബ്രി പറയുന്നുണ്ട്, ഞാൻ ജാസ്മിനെ ഒരിക്കലും വിടാൻ പോകുന്നില്ല, തകർക്കാനും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാലും ഗബ്രി ജാസ്മിനെ വിടുന്ന ഒരു പ്രശ്നവുമില്ല എന്നാണ് ഗബ്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അപ്സര കഷ്ടപ്പെട്ട് ജാസ്മിനോട് പറയാൻ നോക്കുന്നുണ്ട്, ഋഷീനെ മാറ്റിയിട്ട് ശരണ്യനെ ആക്കാനും, അതായത് ടീം ക്യാപ്റ്റൻ ശ്രീരേഖയെ മാറ്റിയിട്ട് സിബിനെ ആക്കാനും. അപ്പോൾ സിബിനെ ആക്കാനും. അപ്പോൾ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ട്രിഗറാവും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരും, ഒഫൻഡഡ് ആവും, അതുകൊണ്ടാണ് ആക്കാത്തതെന്ന് ജാസ്മിൻ പറഞ്ഞ് തടി തപ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നടന്നത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഏപ്രിൽ 10 പവർ ടീം രാവിലെ എല്ലാവരും നിരത്തി നിർത്തുകയാണ്. അപ്പം തന്നെ അൻസിബ, എനിക്ക് വയ്യ, ഞാൻ പോകുന്നു. എന്ത് പറ്റി അൻസിബ? നിൽക്ക്. ഇല്ല എനിക്ക് പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവുകയാണ്. അയ്യോ നിൽക്ക് ഋഷി. അതെ പെട്ടെന്ന് തന്നെ ഗുഡ് മോർണിംഗ് എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, എനിക്ക് വയ്യ, ബാത്റൂമിൽ പോകണോ, മൂത്രം ഒഴിക്കാനും. അപ്പം അപ്സര ഒന്നുമില്ല, ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യാം, മറ്റേ ആരോ റേസർ യൂസ് ചെയ്തിട്ട് ആ ബ്രഷിൻ്റെ കൂടെ എന്ന് വെച്ചിട്ടുണ്ട്, പുഴുവൊക്കെ വരുന്നുണ്ടായിരുന്നു, ദേവി ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. നാളെ പാട്ട് കഴിഞ്ഞ ഉടനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും, ദേവി ഇത് വരണേ എന്ന് അപ്സര പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പവർ ടീം മാത്രം ഇരിക്കുന്നു. ഇവിടെ അങ്ങനെ വിട്ടാൽ പറ്റൂല, എന്തെങ്കിലും നടപടി എടുക്കണം അപ്സര, എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. ബെല്ലടിച്ചിട്ട് നമുക്ക് മീറ്റിംഗ് വിളിക്കാം. അല്ല മീറ്റിംഗ് വിളിക്കണ്ട അപ്സര, നമുക്ക് നടപടി എടുക്കണം, എന്തെങ്കിലും ഒരു ഇത്, ആരിഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത്രയേ ഉള്ളൂ, നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അൻസിബയുടെ അടുത്തേക്ക് പോവാണ്. അതെ അൻസിബ, നമ്മളെല്ലാവരും പവർ ടീം, നീ ചെയ്തത് ശരിയായില്ല. അപ്പം അൻസിബ, ഏത് പവർ ടീമാണെങ്കിലും എനിക്ക് താല്പര്യമില്ല വരാൻ, എനിക്ക് താല്പര്യമില്ല എന്നതേ, ഇങ്ങനെ വിളിക്കുന്നവരോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ ആരുടെയും വേലക്കാരിയൊന്നുമല്ല, പ്രത്യേകിച്ച് അപ്സരയുടെ വേലക്കാരിയല്ല. അപ്സര എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് അങ്ങനെ ചെയ്യുന്നവരോട് ഒരു താല്പര്യമില്ല. എനിക്ക് ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രശ്നമായിരിക്കും, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അപ്സര പേഴ്സണൽ പ്രശ്നങ്ങളും ഈഗോ കാര്യങ്ങളും ഇതിലെടുത്തിടരുത് കേട്ടോ അൻസിബേ. അല്ല എന്താണെങ്കിലും അപ്പം ഗബ്രി, അപ്പോൾ ഇത് അപ്സരയുടെ പ്രശ്നമാണ്, അപ്സരയെ കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അപ്പം ജാൻമണി അവിടെ നിങ്ങൾ എന്തിനാണ് ഈ അൻഷിബയെ പറയുന്നത്? ഐ ആൾസോ ജാൻമണി കുറച്ച് നേരം ഒന്ന് മിണ്ടായിരിക്കും, ജാൻമണി ചേച്ചി മിണ്ടായിരിക്കും അല്ല അപ്സര. അപ്പം ഗബ്രി, ഇതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്, ഡിസിപ്ലിൻ തെറ്റിക്കാൻ പാടില്ല. ഗബറി യു ഡോണ്ട് സേ അബൌട്ട് ഡിസിപ്ലിൻ. നീ വന്നായിരുന്നോ ഫസ്റ്റ് വീക്കിൽ? നീ വന്നായിരുന്നോ? നീ എവിടെയായിരുന്നു? ഞാൻ വന്നായിരുന്നു, 3-4 ആഴ്ച മുന്നേ ഉള്ള കാര്യമാണ്, അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ വന്നായിരുന്നോ ഗബറി? നീ വന്നില്ല. യു ഡോണ്ട് ഹാവ് ടു ഷേ അബൌട്ട് ഡിസിപ്ലിൻ. ഓക്കെ, നീ ഡിസിപ്ലിനെ കുറിച്ച് പറയരുത്. ഇല്ല, പറയാൻ പാടില്ല. ഞാൻ പറയും, ഇതെന്റെ ടീമാണ്, പവർ ടീം മൊത്തത്തിൽ നിൽക്കുന്നതാണ്. ഞാൻ പറയും. അങ്ങനെ അടിച്ചമർത്താൻ പറ്റത്തില്ല ഈ ഗബ്രീനെ ആർക്കും. അപ്പോൾ ജാൻമണി, എനിക്ക് എന്നാലും ഡിസിപ്ലിനെ കുറിച്ച് ഗബ്രി പറയണ്ട. അപ്പോൾ അപ്സര, ഇവിടെ അപ്സരയോ ഗബ്രിയോ റസ്മിനോ അർജുനോ ഒന്നും അല്ല സംസാരിക്കുന്നത്, പവർ ടീമാണ്. ടീമിനോട് റെസ്പെക്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അത് നാളെ നിങ്ങളും പവർ ടീമിൽ വരേണ്ട ആൾക്കാരാണ്, അതെനിക്കറിയാം.
അപ്പോൾ ശ്രീതു പോയിട്ട് എടാ അൻസിബ എടുത്ത് നീ റെസ്പെക്റ്റ് കൊടുക്ക്, പവർ ടീമിന് റെസ്പെക്റ്റ് കൊടുക്ക്. അപ്പോൾ അപ്സര എനിക്ക് വയ്യ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പേഴ്സണൽ ആണ് സമ്മതിച്ചു, എനിക്ക് അവളുടെ ഇതിന് തൊള്ളാൻ പറ്റത്തില്ല. അപ്പം അപ്സര അതെ, ഈ ക്ലാപ്പ് ചെയ്ത് വിളിക്കുന്നത് വീട്ടിലെ പട്ടിയോ പൂച്ചയോ ഒന്നും വിളിക്കുന്നതല്ല, ദേവി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് കേട്ടല്ലോ. ജിൻഡോ പട്ടിയും പൂച്ചയും തന്നെ വിളിക്കുന്നത്, ഇങ്ങനെ നമ്മൾ പട്ടിയും പൂച്ചയും മാത്രമാണ് വിളിക്കുന്നത്. ഓ അതെ, ഒരു കോമൺ ആയിട്ടൊരു കാര്യം പറയാം. ഇവിടെ പവർ ടീമാണ് അപ്സര, അതുപോലെ തന്നെ അർജുൻ, ഗബ്രി, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. പവർ ടീമിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ദേവി ഇതത് കേൾക്കാൻ പറ്റുന്നുള്ളവർ ദേവി ഇതത് കേൾക്കണം, അത്രേ പറയാനുള്ളൂ. അപ്പോഴത്തേക്കും സിബിൻ, അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇന്നത്തെ ആക്ടിവിറ്റിയിൽ രാവിലെ വന്നില്ലല്ലോ, അപ്പൊ പിന്നെ അതിനുള്ള പണിഷ്മെന്റ് ഒന്നും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വരുന്നില്ല നാളെ തൊട്ട്. അല്ല, പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളൊന്നും കാണിക്കുന്നില്ല. അവിടെ അൻസിബ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പൂജ പോയിട്ട് എല്ലാം അറിയുന്ന പൂജയാണ്, ഫുൾ കണ്ടിട്ട് വന്നിട്ട് എന്താ അൻസിബേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പേഴ്സണൽ ആണെന്നൊക്കെ കേട്ടു. എൻ്റെ കള്ളി പൂജയെ എല്ലാം കണ്ടു വന്നതാണ്. ആരെങ്കിലും വിഷമമുണ്ടോ, അപ്സരയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം ഋഷി എന്തോന്ന് പ്രശ്നം, അവള് പലതും പറയും, അവളെ പോകാൻ പറ. അപ്പം അൻസിബ പറഞ്ഞില്ലേ, ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റത്തില്ല, ഞാൻ നേരെ മുഖത്തൂക്കി പറയും, അങ്ങനെ തന്നെയാണ് ഞാനിപ്പോഴും. അപ്പോൾ സിബിൻ അതെ മാക്സിമം പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ, അത് നടത്തിയേ പറ്റുള്ളൂ. അൻസിബ ഇതെന്തോന്നാണിത്, തടവ് പുള്ളിക്കാരോട് പെരുമാറുന്ന പോലെ എന്നോട് വന്ന് എല്ലാവരും കൂടെ വന്ന് ടീമായിട്ട് നിന്ന് പെരുമാറിയത്. ഓ എന്തൊരു അവസ്ഥയാണ് എൻ്റെ. അപ്പൊ ജാസ്മിൻ, അൻസിബ ഒരു കാര്യം ചെയ്യൂ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. വേണ്ട ജാസ്മിൻ പ്ലീസ് എനിക്ക് ക്യാപ്റ്റനല്ലേ ഞാനൊന്ന് വേണ്ട, താല്പര്യമില്ല. അയ്യോ എനിക്ക് പാവം തോന്നി കേട്ടോ അത് കണ്ടപ്പോൾ. കാര്യം പുള്ളിക്കാരിയെ ഒരുമാതിരി ഇഷ്ടമല്ലാത്ത പോലെയാണ് പെരുമാറുന്നത് അൻസിബ. പ്ലീസ് ജാസ്മിൻ ഒന്ന് പോ. അത് കഴിഞ്ഞ പവർ ടീം ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്താണ് അപ്പം തന്നെ റിയാക്ട് ചെയ്യാത്തത്? അല്ല എന്നെ പറഞ്ഞപ്പോൾ അപ്സര പറയും, എന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് റിയാക്ട് ചെയ്തത്? അപ്പം അർജുൻ റിയാക്ട് ചെയ്തല്ലോ, അപ്സര മാത്രമല്ല ഇത് പവർ ടീമിൻ്റെ ആണെന്ന് റിയാക്ട് ചെയ്തല്ലോ. അല്ല അങ്ങനെയൊന്നുമല്ല, റിയാക്ട് ചെയ്യണം. എന്താ പണിഷ്മെന്റ് കൊടുക്കേണ്ടത്? അപ്പം ഗബ്രി മൊത്തത്തിൽ മാറ്റുന്ന പണിഷ്മെന്റ് കൊടുക്കണം. നാളെ രാവിലത്തെ ആക്ടിവിറ്റി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് അസംബ്ലി ചെയ്യേണ്ടത് അൻസിബ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അത് കൊള്ളാം, ശരി. 1 ഹാൻഡ് ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് കോർഡിനേറ്റ് ചെയ്യട്ടെ. അങ്ങനെ ബെല്ലടിക്കുന്നു, ഉത്തരവ് എഴുതിയിടുന്നു. അപ്പോൾ അൻസിബ ഇപ്പുറത്ത് നിന്ന് കാണിച്ചു തരാം, ഞാൻ നാളെ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ കൊണ്ട് പനി മൂലം റസ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്നത് കേട്ടോ. രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കേട്ടോ. നിങ്ങൾ ഒരു 1 ഡേ ട്രിപ്പ് പോവുകയാണ്. നിങ്ങൾ 1 ഡേ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ ആരെ കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോകും? ഇപ്പം ഋഷി, ഞാൻ പിന്നെ അൻസിബയെ കൊണ്ടുപോകും മണാലിയിലേക്ക്. അപ്സര, ഞാൻ പിന്നെ ശരണ്യയെ കൊണ്ടുപോകും. അപ്സരയല്ല ശ്രീതു, ഞാൻ ശരണ്യയെ കൊണ്ടുപോകും ദുബായ് പാർക്കിൽ. അപ്പോൾ അർജുൻ, ഞാൻ ഋഷിയെ കൊണ്ടുപോകും, ഒരു കൊച്ചിയിലൊക്കെ കറങ്ങിയിട്ട് വരും. ശ്രീരേഖ, ഞാൻ റസ്മിനെ കൊണ്ട് മസനഗുഡി വരെ ഊട്ടിയിലേക്ക് പോയി വരും. ഇപ്പോൾ സിബിൻ, ഞാൻ പോകുന്നത് ദുർഗുണ പരിഹാര പാഠശാലയിലേക്കുള്ളൊരു വിസിറ്റാണ്. പല പ്രാവശ്യവും കൊണ്ടുപോകും. ആരെ കൊണ്ടുപോകും? ഋഷീനെ കൂടെ കൊണ്ടുപോകും, അത് അത്യാവശ്യമാണ്. അപ്പോൾ ജയദീപ് വന്ന് പറയണത്, ഞാൻ ശ്രീകുമാറിനെ കൊണ്ടുപോകും. പ്രിവിലേജ്ഡ് അല്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അൻസിബയും ഋഷിയും. അൻസിബ ക്യാമറ നോക്കി, ഒന്നും മതിയാക്കി തരാമോ? അവഹേളിക്കുന്നതും ഇൻസൾട്ടും ഒന്നും എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് മതിയായി ബിഗ് ബോസ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കരയാത്ത ഒരാളാണ്, പക്ഷേ എന്നെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ സഹിക്കത്തില്ല. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന് പറയുന്നു. ഇനി എല്ലാവരും കൂടെ ലീവിങ് ഏരിയ ഇരിക്കുകയാണ്. സായി അതെ ബിഗ് ബോസ് ആണ്. മറ്റുള്ളവർ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണെന്ന് അറിയത്തില്ലേ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എന്തെങ്കിലും ഗെയിം കളിക്കൂ കേട്ടോ. ലാസ്റ്റ് വാണിംഗ് ആണ്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകേണ്ടി വരും. ഓക്കെ എന്ന് പറഞ്ഞ് സായി അവിടെ ഇരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാസ്ക് ചലഞ്ചാണ്. രണ്ടാമത്തെ ചലഞ്ച് അതാണ് ആരാദ്യം പറയും ചലഞ്ച്. പവർ റൂം ടാസ്ക് ആണ്. 3 റൗണ്ടുകളുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ 3 ബസർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാപ്റ്റൻ അവിടെ നിന്നിട്ട് ഓരോ റൗണ്ടിലും ചോദ്യങ്ങൾ ചോദിക്കും. ആ ബസർ അടിക്കുക. ആദ്യം ബസർ ഉത്തരം തരുന്ന ആൾക്ക് പോയിന്റ് ഉണ്ട്. ആദ്യം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറയാം, അവർക്കൊക്കെ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ബിഗ് ബോസ് വീടിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കിച്ചൺ ഏരിയയിൽ സ്റ്റൗവിൻ്റെ താഴെ എത്ര കബോർഡ് ഡോറുകളുണ്ട്? ആർക്കും അറിഞ്ഞൂടാ. ഉത്തരം 9. ഈ വീടിനുള്ളിൽ എത്ര വാഴയുണ്ട്? അതും ആർക്കും അറിഞ്ഞൂടാ. ഉത്തരം 8. പക്ഷെ ഒടുക്കത്തെ ചലപ്പും ബഹളവും മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്ത്. കൺഫെഷൻ റൂമിന്റെ സോഫയുടെ നിറമെന്ത്? കൈവക്കി ആര്? നെസ്റ്റ് ക്രീം കളർ. ബിഗ് ബോസ് ഹൗസിൽ എത്ര ഗ്ലാസ് ഡോർ ഉണ്ട്? ടണലും നെസ്റ്റും ഒക്കെ പറഞ്ഞൊക്കെ പൊട്ടത്തിട്ട് ഒന്നും കിട്ടിയില്ല. ഫുൾ അലങ്കോലാണ്, ബഹളവും അലങ്കോലം. അപ്പോൾ ബിഗ് ബോസ് ഇതെന്തോന്ന്, ഇത് ടാസ്ക് ആണോ ചന്തയാണോ ഇത്? ആരെങ്കിലും ഒക്കെ വർത്താനം പറയുന്നു, ഉത്തരം എവിടെ നിന്നോ പറയുന്നു, ക്യാപ്റ്റൻ അങ്ങോട്ടോ പോകുന്നു. ദേവി ഇതൊന്ന് വൃത്തിക്ക് പറ.
അത് കഴിഞ്ഞ് ലീവിംഗ് ഏരിയയിലെ സോഫ എത്ര മഞ്ഞ സോഫ ഇതുണ്ട്, മഞ്ഞ തലയണയുണ്ട്, കൈപൊക്കി. ആരാണ് ആ കൈപൊക്കിയത്? സോഫയൊക്കെ എണ്ണി വെച്ച ആള്. നോക്കുമ്പോഴത്തേക്കും പൂജ. ഇതൊക്കെ എണ്ണി പഠിച്ചിട്ടാ വന്നത്. 12 കറക്റ്റ് ഉത്തരം, ശരി ഉത്തരം. അടുത്ത ഇത് എനിക്ക് കിട്ടുന്നില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട്. അടുത്തത് കിട്ടി. ഡെൻ റൂമിൽ എത്ര പെയിന്റിംഗ് ഉണ്ട്? ഡെൻ റൂമിൽ എത്ര പെയിന്റിംഗ്? അപ്പൊ ഡെൻ റൂമിലെ ആൾക്കാർ സായിയുടെ ടീമാണ്. സായി ഒരു പെയിന്റിംഗ് ഞാൻ പ്രത്യേകിച്ച് കണ്ടില്ല. പെയിന്റിംഗ് ഇല്ലേ? 9 പെയിന്റിംഗ് ഉണ്ട്. ആരും ഉത്തരം പറഞ്ഞില്ല. മേക്കപ്പ് ഏരിയയിലെ കണ്ണാടിയിൽ എത്ര ബൾബുണ്ട്? അയ്യോ, ബൾബൊന്നും നോക്കാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്യാൻ പോലും നേരമില്ല ഇവിടെ. ബൾബ് ആരും ഉത്തരം പറഞ്ഞില്ല. 10 ബൾബുണ്ട് കേട്ടോ. അങ്ങനെ ആ റൗണ്ടിൽ നെസ്റ്റിനൊന്ന്, ടണലിനൊന്ന്, ഡെന്നിന് 0. രണ്ടാമത്തെ റൗണ്ട് പ്ലാസ്മ ടി വിയിൽ ഓരോ പിക്ചർ കാണിക്കും, അതിന്റെ സന്ദർഭം പറയുക. ആദ്യത്തെ പിക്ചറിൽ നോറ സന്തോഷിച്ച് വരുന്നതാണ്, എന്തോന്ന് ഇന്നായ ശേഷം. അപ്പോൾ ഉടനെ തന്നെ നോറ ഉത്തരം പറയുന്നു, ഒരു പോയിന്റ് ഡെൻ ടീമിന്. രണ്ടാമത്തത് ഋഷിയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക്, അതും പൂജ സ്കോർ ചെയ്യുന്നു, ടണൽ ടീം. മൂന്നാമത്തത് ശ്രീരേഖ യമിനയും തമ്മിലുള്ള വഴക്ക്, അതും ടണൽ ടീം സ്കോർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നാലാമത്തത് എനിക്ക് ചലപ്പ് കാരണം കേൾക്കാൻ പറ്റില്ല, സോറി. അഞ്ചാമത്തത് ജാൻമണി സ്മോക്കിംഗ് ഏരിയയിൽ നിന്ന് വഴക്കുണ്ടാക്കും, നമ്മുടെ രതീഷിൻ്റെത്, മറ്റേ സിഗരറ്റ് മറ്റേ വീട് മൊത്തം കത്തിപ്പോകുന്ന ആ ഫോട്ടോ, അതും ടണൽ ടീം സ്കോർ ചെയ്യാണ്. അപ്പോൾ ജാസ്മിൻ, നീ ബസർ ഒന്ന് നോക്കണം കേട്ടോ, നീ ബസർ നോക്കുന്നില്ല, നിന്റെ ഗെയിമൊക്കെ നീ കയ്യിൽ വെച്ചോ എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആറാമത്തത് ശരണ്യയുടെയും റഷ്യയുടെയും വഴക്ക്, അതും ടണൽ ടീം തന്നെ സ്കോർ ചെയ്യണം. അങ്ങനെ ടണൽ ടീം മെച്ചപ്പെട്ട സ്കോറോട് കൂടി ടണൽ 4, നെസ്റ്റ് 0, ഡെൻ 1. റൗണ്ട് 3 ഇതിപ്പോൾ സ്റ്റേറ്റ്മെന്റുകളാണ് കേൾപ്പിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ ആരോട് പറഞ്ഞു അതാണ് നിങ്ങൾ പറയേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, പവർ ടീമിൽ കയറാത്ത പ്രസ്റ്റേഷൻ ആണ് അവർക്ക്. ഇനിയിപ്പോൾ ക്യാപ്റ്റനിലും കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രസ്റ്റേഷൻ ഉണ്ടാവും. ക്യാപ്റ്റനിൽ കയറിയ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. ഇത് അർജുൻ ജാൻമണിയെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ ഇത് ജിൻഡോ കൈപൊക്കി, പക്ഷെ ജിൻഡോക്ക് തെറ്റിപ്പോയി, ജാൻമണിയോട് പറഞ്ഞത് എന്നാക്കി. അപ്പം മാർക്ക് കിട്ടിയില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അവനൊരു തെറ്റിദ്ധാരണയുണ്ട്, അവൻ ഭയങ്കര ബുദ്ധിമാനാണത്, എല്ലാവരും വഴി, പക്ഷെ അവൻ വെറും മണ്ടനാണ്. ഇത് അൻസിബ ഗബ്രിയെ കുറിച്ച് പറയുന്നതായിരുന്നു കേട്ടോ. അത് അൻസിബയ്ക്ക് പോലും ഓർമ്മയില്ല കേട്ടോ, ആർക്കും പോയിന്റ് ഇല്ല. അത് കഴിഞ്ഞ് അവൾക്ക് ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ പറയുന്നത് അവൾ അനുസരിച്ചാൽ മതി, ഞാൻ പറയുന്നതേ അവൾ അനുസരിക്കാവും. ഇങ്ങനെ ഒരാളോട് ദാസ്യത്തോടെ പെരുമാറണമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഇത്ര ദാസ്യത്തോടെ പെരുമാറുന്നത്. ഇത് അപ്സര ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ അത് ആർക്കും കിട്ടിയിട്ടില്ല ആ പോയിന്റ്. അപ്പൊ ശ്രീധു ഇവിടെ ഞെട്ടിപ്പോയി, എന്നെ കുറിച്ച് അപ്സര ഇങ്ങനെ പറഞ്ഞല്ലേ, ശരി. ഇതിനെ ചൊല്ലിയിട്ടാണ് പിന്നെ വഴക്ക്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇത്ര പോലും മനസ്സിലാവാത്ത കഴുതയാണോ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്, ബിഗ് ബോസ് കളിക്കാൻ വന്നിരിക്കുന്നത്. ഇത് ശരണ്യ ഋഷിനെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ ഇത് ടണൽ ടീം ശരണ്യ സ്കോർ ചെയ്യുന്നു. ഉളുപ്പില്ലാത്ത ഡിസിഷനുമായി വാലും പിടിച്ച് ഇറങ്ങിക്കോളും. ഉളുപ്പില്ലാത്ത ഡിസിഷന്റെ വാലും പിടിച്ച് കൂട്ടി നിൽക്കുന്ന കുറച്ച് ഇവർക്കെന്താ ഉളുപ്പുള്ളത്? ഉളുപ്പില്ലേ? അതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് ഋഷി ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞതാണ്. ശ്രീധുവിനെ കുറിച്ച് ഋഷിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ. അപ്പൊ അതും ആർക്കും പോയിന്റ് കിട്ടിയിട്ടില്ല. അടുത്തത്, പുള്ളിക്ക് പേഴ്സണൽ സ്പേസ് എന്താണെന്ന് അറിയത്തില്ല, ലിപ് ലോക്ക് ചെയ്യാൻ വന്നു, ഇതും പൂജ പറഞ്ഞു പുറത്തുനിന്ന് കണ്ടിട്ട്. അതെ, അങ്ങനെ ടണൽ ടീമിനകത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. ടണൽ 2, നെസ്റ്റ് 0, ഡെന്നും 0. അങ്ങനെ ടോട്ടൽ സ്കോർ ടണൽ 7, നെസ്റ്റ് 1, ഡെൻ 1. അങ്ങനെ രണ്ടാമത്തെ ചാലഞ്ച് അവസാനിക്കുമ്പോൾ ടണൽ 2 പോയിന്റും ഡെന്നും നെസ്റ്റും ഓരോ പോയിന്റും വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ശ്രീധുവിൻ്റെ കരച്ചിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം ശ്രീധു അപ്സര പറഞ്ഞ കാര്യം അറിഞ്ഞു. അപ്പോൾ നടന്നു വരെയാണ്. അപ്പോൾ ശ്രീധു, നീ കരയല്ലേ? അപ്പോൾ അപ്സര പറഞ്ഞു, ഞാൻ പറയാം ശ്രീധു, ഞാൻ പറയാം. വേണ്ട, നിങ്ങൾ പോ ഇപ്പൊ വേണ്ട. അപ്പോൾ സിബിൻ, ഞാനാണ് വിളിച്ചോണ്ട് വന്നത്, ദയവ് ചെയ്തിട്ട് സംസാരിക്കുന്നീ. ഇല്ല, ഇപ്പൊ വേണ്ട. സിംഗക്കുട്ടി എന്ത് പറ്റി? വേണ്ട, എൻ്റെ ആരുമല്ലേ, ഞാൻ എന്തിനു കരയണമെന്ന് എനിക്ക് അറിയത്തില്ലേ, തെറിയില്ലേ, എനിക്ക് വയ്യ, എനിക്ക് മുടിച്ചാച്ചല്ല എന്ന് പറഞ്ഞ് കരയാൻ നിൽക്കുന്നുണ്ട്. ശരണ്യെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശരണ്യയുടെ അടുത്താണ് പറഞ്ഞത്, മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പം ശരണ്യെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും സിബിൻ, നമ്മൾ ഫ്രണ്ട്സൊക്കെയാണ്, പക്ഷെ നാളെ നമുക്കും ഇമോഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യും. അപ്പൊ ശ്രീധു, ഇല്ല, എനിക്കറിയില്ല ഞാൻ എന്തിനാ ഈ കരയണമെന്ന്. അപ്പൊ സിബിൻ, നീ എന്തിനു വെറുതെ ഇങ്ങനെ കരയുന്നത്? അപ്പൊ അല്ല, ഈ ശരണ്യ, ഈ അപ്സര ഇത് ആരോടാണ് പറഞ്ഞത്? അപ്പൊ ശരണ്യ, എനിക്കറിയത്തില്ല. അവസാനം അപ്സര വരുന്നുണ്ട്. ഞാൻ ശരണ്യോട് പറഞ്ഞതാണ് ശ്രീധു, എല്ലാവരും നിൽക്കുമ്പോൾ പറഞ്ഞതാണ്, ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, നീ ദയവ് ചെയ്തിട്ട് ഇതാക്കി എടുക്കരുത്, പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമാണ് ശ്രീധു. അപ്പൊ ശ്രീധു, മതി മുടിച്ചാച്ച് നീ പോ. അപ്പൊ സിബിൻ, ആഹാ, അപ്പൊ സെപ്പറേഷനുള്ള ഉപ്പിടാ, നിങ്ങൾ ഉപ്പിട്, എന്നാ പിന്നെ ഉപ്പിട്, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പോ. എന്തിനാണ്? മതി അപ്സര. അല്ല, നീ ഒന്ന് ഞാൻ പറയുന്ന കേക്ക് ശ്രീധു. ഇല്ല, വേണ്ട അപ്സര, മതി കേട്ടത് മതി. അല്ല, നീ ഒന്ന് പറയുന്ന കേക്ക്. തൽക്കാലം നീ പോ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം സിബിനും പൂജയും അഭിഷേകുവെ പറയണേ, അതല്ല, സിബിനും പൂജ അഭിഷേകം, അതിന് മുന്നേ സിബിൻ, ആ പൂജയുണ്ടല്ലോ,
24/7 എപ്പിസോഡും BB+ഉം ബാക്കിയുള്ള കമന്റുകളൊക്കെ പഠിച്ചു വന്നേക്കുകയാണ്. അവളുടെ അറിവ് കണ്ട, ഗഹനമായ അറിവാണ് അവൾക്ക് ഇതിനകത്തുള്ളത് എന്നാണ് സിബിൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് സിബിനും പൂജയും ശ്രീകുമാറും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ സിബിൻ, ഞാൻ പോയിട്ട് എന്തെന്നറിയാമോ, കുന്തിരിക്കൊക്കെ പുകച്ച് അപ്സരകളെ കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് പേര് ചേട്ടൻ, അനിയൻ, അമ്മച്ചി, ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ഇപ്പോൾ ഉണ്ടല്ലോ, അത് മാറ്റി കൊടുക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നു അപ്സരനെ കെട്ടോട്ടെടുത്ത് ശ്രീതു. അപ്പം പൂജടാ ദുഷ്ടാ, പിന്നല്ലാണ്ട് ഈ സംഭവങ്ങളൊക്കെ നിർത്തണം, വേറെ പണിയില്ലേ? ചേച്ചി അനിയത്തിയൊക്കെ എന്തിന്? നമ്മൾ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കും. നീ എനിക്കെതിരെ സംസാരിക്കും, ഞാൻ നിനക്കെതിരെ സംസാരിക്കും. എന്നാൽ നമ്മൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ മീറ്റിങ്ങിന് ഒരു കഴിഞ്ഞ ശേഷം ഋഷി, അതെ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം അറിയണം. ഈ സിബിൻ എന്നെ കുറിച്ച് പറഞ്ഞ് എന്നെ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോകുന്നു, അത് എന്തർത്ഥത്തിലാണ് കൊണ്ടുപോകുന്നുള്ളത് എനിക്കിപ്പോൾ അറിയണം. അപ്പോൾ സിബിൻ, ഞാൻ പറയാം, ഈ ജുവനൈൽ ഹോം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളെല്ലാം ചെറിയ തെറ്റുകളോ വലിയ തെറ്റുകളോ ചെയ്ത് ജീവിതം നഷ്ടപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ ഒരു വിസിറ്റിന് പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അതിന് എന്തിനു പറഞ്ഞത് ഋഷി? എന്തിനു പറഞ്ഞത്? നിൽക്കേ അല്ല ഞാൻ അല്ല ഞാൻ എന്ത് ചെയ്ത്? ആരെങ്കിലും കമ്പിപ്പാരയിട്ട് അടിച്ചോ? ആരെങ്കിലും കൊന്നോ? അല്ല നിൽക്ക് സിബിൻ, അങ്ങനെയല്ല ഋഷി. നിന്റെ ഒരു പോക്ക് വെച്ചിട്ട് എൻ്റെ പോക്ക് എന്തിനാണ് പറയാം. നിന്റെ ഒരു പോക്ക് വെച്ച് നീ വളരെ പ്രൈഡും അഹങ്കാരിയായിട്ടുള്ള ആളാണ്. നിന്റെ സംസാരം ശരിയല്ല, നീ വീഴ്ചയിൽ പോയി വീഴും. ആണോ? ഓഹോ, അങ്ങനെ ചുമ്മാ ഇതാണോ തൻ്റെ കാരണം? അയ്യോ, തനിക്ക് ഒരു ഈഗോയും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. നിന്റെ പെരുമാറ്റ രീതി അങ്ങനെയാണ്. ഓഹോ, താൻ ഇപ്പോഴും റീസൺ പറഞ്ഞില്ലല്ലോ, എന്താണോ എൻ്റെ റീസൺ? നീ അഹങ്കാരിയാണ്, അതാണ് എൻ്റെ റീസൺ. അതുകൊണ്ടാണോ താൻ പറഞ്ഞത്? ഇവിടെ എന്താണ് താൻ കണ്ടത്? ഇവിടെ എന്താ അഹങ്കാരമാണ് താൻ കണ്ടത്? താൻ പറ, താൻ ഒന്ന് ക്ലിയറി. താൻ എന്ത് അഹങ്കാരമാണ് ഇവിടെ കണ്ടത്? താൻ ട്രിപ്പിന് പോകാൻ? അല്ല, ട്രിപ്പിൻ്റെ കാര്യം പല ട്രിപ്പുകളുണ്ട്. നമ്മൾ എന്താണ്, ആത്മീയ ട്രിപ്പുണ്ട്, ജോളി ട്രിപ്പുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നോറ ഇവിടെ ബഹളം നടക്കുകയാണ്. നോറ ക്യാമറ പോയിട്ട് എന്തായിരുന്നു സിബിൻ എന്നോട് വർത്താനം പറഞ്ഞത്? ഇതൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും ഡിസ്കഷൻ്റെ ആവശ്യമില്ല, മീറ്റിംഗ് വിളിക്കണ്ട, ഇവിടെ Day 1 തൊട്ട് ഇത്രയും ദിവസം ഇത്രയും പ്രശ്നങ്ങളുണ്ടാണ് എനിക്ക്, എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്, എന്നും ഞാൻ കരയും. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, എനിക്ക് മീറ്റിംഗ് വിളിക്കാൻ പാടില്ല. ഇപ്പം ഇതാ കണ്ടില്ലേ, ഗെയിമാണെന്ന് എനിക്കറിയാം, വന്ന ഉടനെ ഋഷിക്കെതിരെയുള്ള ഗെയിമാണെന്ന്, എല്ലാവരും സ്ട്രാറ്റജിയൊക്കെ ആയിരിക്കും, പക്ഷേ ഭയങ്കര നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നോറ കണ്ണാടി നോക്കിയല്ല ക്യാമറ നോക്കി പറയുന്നു. അതിൻ്റെ കൂടെ വഴക്ക് മാറുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ജാസ്മിൻ, ഇയാൾ പറയുന്നത് വിസിറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഋഷിയെ പുറത്ത് വെച്ച് എനിക്കറിയാം, ഋഷിയുടെ ജീവിതം നല്ലതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിന്റെ കാര്യത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ എന്താണ് കണ്ടത്? ഇവിടെ എന്താണ് കണ്ടത്? നീ കുറച്ച് ഓവർ ഷോ കാണിക്കരുത് കേട്ടോ സിബിനെ നീ ഓവർ ഷോ കാണിക്കരുത്. എൻ്റെ കൂടെ സായി, ഞാൻ പറയാം ഒരു കാര്യം പറയാനുണ്ട്. ഇത് എപ്പിസോഡിലായിരുന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ പറ പെട്ടെന്ന് അങ്ങോട്ട്. ഗെയിം ആലോചിക്കട്ടെ. ആക്ച്വലി ഋഷി, സിബിൻ ഉദ്ദേശിച്ചത് ജുവനൈൽ കൊണ്ടുപോകാം എന്നല്ല, പിന്നെ വിസിറ്റിന് പോകാമെന്നാണ്. അതറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ തെളിയിക്ക് എന്താണ് സംഭവം, തെളിയിക്ക്. നിങ്ങൾ ക്ലിയർ എന്നെ റീസൺ പറ. എടാ, റീസൺ ഇതേ ഉള്ളൂ, നിനക്ക് ഇങ്ങനെ നിന്റെ ഇതാണ് പരിപാടി, നീ ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് എല്ലാവരുടെ അടുത്തും, നീ പെരുമാറുന്ന രീതി മോശമാണ്, അതാണ് സംഭവം. ഇത്ര എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും, ഇതിനെക്കൂട്ടിൽ എന്ത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും? നിനക്ക് നീ ഇവിടെ പല കാര്യങ്ങളും ഞാൻ പറയാം. ജാസ്മിൻ, ഞാൻ എണീറ്റു, ഞാൻ ക്യാപ്റ്റനാണ്, എല്ലാവരും ഇരിക്കൂ, ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ പറയും, ഞാൻ സംസാരിക്കും, ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ ഇവിടെ ഇരിക്കൂ. ഇല്ല, ആരും ഇരിക്കണില്ല, ഒന്ന് ഇരിക്കാമോ? ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ സംസാരിക്കാം സിബിന് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടി സംസാരിക്കണ്ട ജാസ്മിൻ. അല്ല, ഞാൻ സംസാരിക്കാം. വേണ്ട, ആരും സംസാരിക്കണ്ട. അതെന്തോന്ന് അവ പവർ ടീം, എല്ലാവരും ഇരിക്കൂ, ജാസ്മിൻ അവിടെ പോയി ഇരിക്കൂ. അതെന്തോ, ഞാനാണ് വിളിച്ചത് ഈ മീറ്റിംഗ്, ഞാൻ വിളിച്ച മീറ്റിംഗ് ആണിത്, ഞാൻ സമ്മതിച്ചു തരൂല. അവിടെ പോയി ഇരിക്കൂ ജാസ്മിൻ. ഇല്ല, ഞാൻ ഇരിക്കൂല. ഇപ്പൊ ജിൻഡോ, ജാസ്മിൻ വിളിച്ച മീറ്റിംഗ് ആണ്, ഞാൻ ക്യാപ്റ്റന്റെ കൂടെയാണ്, ഞാൻ ക്യാപ്റ്റന്റെ കൂടെ, പവർ ടീമിനെ ഞാൻ അനുസരിക്കൂല. എന്റെ ജിൻഡോ കാക്ക അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുക. ഇല്ല, ഞാൻ ക്യാപ്റ്റനെ അനുസരിക്കും, പവർ ടീം ഞാൻ അനുസരിക്കൂല. അവസാനം അപ്സര, ജാസ്മിൻ അവിടെ പോയിരിക്കും, പവർ ടീമാണ് പറഞ്ഞത്, അവിടെ പോയിരിക്കും. ജാസ്മിൻ, ഞാൻ വിളിച്ച മീറ്റിംഗ് അവിടെ പോയിരിക്കാൻ, എല്ലാവരും അവിടെ പോയിരിക്കും. ഇനി സിബിന് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയും, സിബിനെ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഈ ഋഷി പെരുമാറുന്നത്, അത് അവന് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് അവനെ അവിടെ കൊണ്ടുപോകാൻ, നല്ലൊരു പയ്യനാണ്, അവിടെ കൊണ്ടുപോയി വിസിറ്റിന് കൊണ്ടുവരാന്ന്.
താൻ കുറെ നേരമായിട്ട് സംസാരിക്കും. താൻ ഇത് തന്നെയല്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ ഇതാണ്, താൻ എന്നെ ജുവനൈൽ ഹോമിൽ എന്തിനെ കൊണ്ടുകൊടുത്താൻ, എന്തിനു കൊണ്ടുകൊടുത്താൻ താൻ പറയണോ? താൻ പറ, താൻ പറ. താൻ എന്താണ് അന്ന് അൻസിബയോട് കാണിച്ചത്? അൻസിബയുടെ പേഴ്സണൽ സ്പേസിൽ കയറി താൻ ഇടപെട്ടില്ലേ എന്ന്? താൻ ഇടപെട്ടു. താൻ അവൾ വിഷമിച്ചിരുന്നപ്പോൾ താൻ അവളോട് പറഞ്ഞു ബാത്റൂമിൽ പോയിട്ട് നോക്കാൻ, ക്ലീൻ ചെയ്യാൻ. അപ്പം സിബിൻ, അങ്ങനെയാണെങ്കിൽ നീ ശ്രീധുവിനോട് എത്ര മോശത്തോടെയാണ് പെരുമാറുന്നത്, പുച്ഛത്തോടെയല്ലേ പെരുമാറുന്നത്? അപ്പൊ ശ്രീധു, ശരി 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 ശരി, എന്നോട് അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഡീ നീ മര്യാദയ്ക്ക് ഇരിക്കുക. ഇല്ല, ഞാനിതിന് മര്യാദയ്ക്ക് ഇരിക്കണം. ഞാൻ ഇപ്പോഴത്തെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ മലയാളം സംസാരിക്കുന്നുണ്ട്, ഞാനിതിന് മര്യാദയ്ക്ക് ഇരിക്കണം. ரொம்ப പുറയിലേ ഞാൻ പറയും, ഞാൻ എന്തായാലും ഞാൻ പറയും, തമിഴിലാണെങ്കിലും ഞാൻ പറയും. നിനക്ക് എന്നോട് ഡിസ്റെസ്പെക്റ്റ് ആണ്, പുച്ഛമാണ്. എപ്പോഴാണ് സിബിൻ? ഇപ്പോൾ നീ ഇപ്പൊ സംസാരിക്കുമ്പോൾ കണ്ടില്ലേ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്? അതെ, നീ അൻസിബയോട്, ഞാൻ അവളുടെ മുഖത്ത് പ്രൊട്ടക്ടർ എന്ന ബാഡ്ജ് കെട്ടിയിരിക്കുന്ന ഇവിടെ ചിലരെ പോലെ കള്ളമല്ല, അവളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ, അവളുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെട്ടാൽ ഞാൻ കയറി ഇടപെടും. അല്ലേ അൻസിബെ? ഇടപെട്ടാൽ കുഴപ്പമുണ്ടോ അൻസിബെ? ഇല്ല, കുഴപ്പമില്ല. അത് നോക്കി വെച്ചോ. ഇനി നീ അനാവശ്യത്തിന് നിന്റെ ഇത് കാണിക്കാൻ നിൽക്കരുത്. കേട്ടല്ലോ സിബിൻ? അതെ, ഇവിടെ അനാവശ്യമായി നീ ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. കേട്ടാ, അനാവശ്യം. നീ ശ്രീധുവിനോട് നീ വളരെ പുച്ഛത്തോടെയാണ് പെരുമാറുന്നത്, അത്രേ ഉള്ളൂ. അൻസിബയുടെ കാര്യത്തിൽ ഞാനും ഇടപെടും, അത്രേ ഉള്ളൂ. ആഹാ അത് തന്നെ എന്നൊക്കെ പറഞ്ഞ് അത് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ജാസ്മിനും ഗബ്രി. ജാസ്മിൻ, എന്താണ് ഗബ്രി, എനിക്കൊരു അഭിപ്രായം പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ ഒരാളെടുത്ത് പോയിട്ട് അത് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ എന്നെ കാണുന്നത് പോലും ആർക്കും ഇഷ്ടമല്ല ഗബ്രി. എന്നെ കാണുന്നത് പോലും ആർക്കും ഇഷ്ടമല്ല. അങ്ങനെയായോ ഞാൻ? എന്നെ അത്രയ്ക്ക് വെറുപ്പാണോ? ഡിസ്കംഫോർട്ടാണ് എല്ലാവർക്കും എന്നെ കാണുമ്പോൾ. കഷ്ടം തന്നെ കേട്ടോ ആ കൊച്ചിൻ്റെ കാര്യം, വളരെ കഷ്ടം. അത് കഴിഞ്ഞ് നന്ദനയുടെ സ്റ്റോറി പറയുന്നു, എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്ന് BB+ൽ സായി ജാസ്മിനെ വിളിച്ചിരുത്തിയിട്ട്, അതെ, പവർ റൂമിലെ ബാഡ്ജ് ഒരു വെച്ചാലും വെച്ചില്ലെങ്കിലും അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ജാസ്മിൻ, അതൊന്നും നടക്കാത്ത കാര്യമാണ്, അതൊക്കെ പറയേണ്ടതൊക്കെ പറയും കേട്ടോ. ഇല്ല, ഇത് ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ സായി പറയുന്നുണ്ട്. അവിടെ ജിൻഡോ, സായി അവിടെ എന്തോ നീങ്ങുന്നത്? ഫുഡ് ഉണ്ടാക്കാനല്ലേ പറഞ്ഞു, അവിടെ ഇപ്പോൾ എന്തോ നീങ്ങുന്നത്? ഞാൻ ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ക്യാപ്റ്റൻ്റെ അടുത്ത്, കംപ്ലൈൻറ്റ് പറയാണ്. ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ വാ നിങ്ങൾ എന്തോന്ന് പറയുന്നത്? അല്ല, അത് പറ്റത്തില്ല. കംപ്ലൈൻറ്റ് ഞാൻ കംപ്ലൈൻറ്റ് പറയാണ്. ഇല്ല, സായിയോടെ ഫുഡ് ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്, ക്യാപ്റ്റനാണ് ഫുഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്, നിങ്ങൾ ഇറങ്ങി വാ. ഇല്ല, തനിക്ക് എന്താണ് പ്രശ്നം? ഇല്ല, സമ്മതിക്കത്തില്ല. തനിക്ക് എന്താണ് പ്രശ്നം? ഞാൻ പേഴ്സണലായിട്ട് കംപ്ലൈൻറ്റ് പറയണം, തനിക്ക് കണ്ടുകൂടെ? ഇല്ല, എന്താണ് തനിക്ക് പ്രശ്നം? പറ്റത്തില്ല. ഇല്ല, എനിക്ക് പറ്റത്തില്ല, ഞാനിവിടെ കംപ്ലൈൻറ്റ് പറയണം. അപ്പം ജിൻഡോ കാക്ക, സായി എന്നോട് കംപ്ലൈൻറ്റ് പറയുന്നത് പേഴ്സണൽ കാര്യമാണ്. ഇല്ല, കംപ്ലൈൻറ്റ്, തനിക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പം ജാസ്മിൻ, ഞാൻ ബാറ്ററി മാറാൻ പോയപ്പോഴേ നിങ്ങളും ചരണിയും കൂടെ എന്തോന്നായിരുന്നു അവിടെ സംസാരിക്കായിരുന്നില്ലേ? ഓവർ ഷോ ഇറക്കരുത് കേട്ടോ ജിൻഡോ, ഓവർ ഷോ ഇറക്കരുത്. അപ്പോൾ ഉടനെ ജിൻഡോ, നമ്മളൊന്ന് നമുക്ക് ഫുഡൊന്നും ഇവിടെ കഴിച്ചിട്ടില്ല, ഇവിടെ ഫുഡ് വിളമ്പാൻ ആര് പറഞ്ഞത്? സായി നീ സായി, അയാൾ പലതും പറയും എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ സിബിൻ ശ്രീധുവിനോട്, നമ്മൾ കാണുന്നുണ്ട് പൊക്കം, മുടി, പിന്നെ ലല്ല അർജുൻ്റെ കാര്യമാണ്, അവിടെ കാണുന്നുണ്ട്. ഈ ടിഷ്യൂ പേപ്പർ ആരുടെ? ഇത് ജാസ്മിൻ്റെയാണ്. ലിപ്സ്റ്റിക് കണ്ടിട്ട് തോന്നുന്നു, മൂക്കള അവിടെ കൊണ്ടിട്ട്. അപ്പം സിബിൻ നേരിട്ട്, ഞാൻ പറയുന്നത് ജാസ്മിൻ്റെ തന്നെയാണ്. അപ്പം ഗബ്രി വന്നിട്ട്, അതിനകത്ത് ടിഷ്യൂ പേപ്പറിൽ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ്റെയാണ്. ശരി, ശ്രീരേഖയോട് പറയും, ചേച്ചി ടിഷ്യൂ പേപ്പർ അവിടെ കിടപ്പുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ജാസ്മിനെ, ഇത് എൻ്റെതാണോ? എല്ലാം എന്നെ പറയാടാ, വേറെ ആൾക്കാർ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, നോറയുടെ ആയിരിക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നന്ദന അവിടെ ദോശ ഇവിടെയാണ്. അപ്പം സായി, അതെ, ഞാൻ പറഞ്ഞു, ഞാൻ ക്യാപ്റ്റനെ ഇവിടെ കണ്ടില്ല. ആരുടെ ക്യാപ്റ്റൻ? കിച്ചൺ ക്യാപ്റ്റൻ, അവിടെ ഫ്ലോർ ക്യാപ്റ്റൻ. ഇന്ന് ജിൻഡോയുടെ ആൾക്കാരാണ് കിച്ചണിൽ നിൽക്കുന്നത്, ജിൻഡോനെ കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് കൊടുത്തോളാം, ഇവിടെ എത്ര നേരമായിട്ട് അവർ വിഷം ധരിക്കുന്നത്. അപ്പോൾ ജിൻഡോ, മോശമായിപ്പോയി, ഞാൻ വരണമായിരുന്നു, മോശമായിപ്പോയി. ഇപ്പോൾ ജാസ്മിൻ, ജിൻഡോ കാക്ക, നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇവിടെ ഫുഡ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കില്ല, ഞാൻ കഴിക്കുന്നില്ല. ഇവിടെ ആരും ഫുഡ്, ടീമിൽ ആരും കഴിക്കില്ല. നോക്ക്, ഞാനൊരു കാര്യം പറയാം, എല്ലാം ശരിയാക്കി തരാം, ഇങ്ങോട്ട് വാ. അതെ, ഇന്ന് തൊട്ട് ക്യാപ്റ്റൻ നോറയാണ് ഈ ടീമിലെ ക്യാപ്റ്റൻ, കേട്ടല്ലോ? ജിൻഡോ കാക്കയല്ല. അപ്പം ജിൻഡോ, നോറ കീ ജേ, ഞാനിത് പറയണമെന്ന് വെച്ചോണ്ടിരുന്നതാണ്. അപ്പം നന്ദന, ജിൻഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കട്ടെ, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഓ മോളെ, നീ പറഞ്ഞാൽ ഞാൻ കഴിക്കാം. അപ്പം ഇതൊന്നും അപ്പം പുതിയ ലവ് കോമ്പോ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ജാൻമണി വന്നിട്ട്, ഓഹോ, അപ്പം രണ്ടന ജിൻജാൻ നീ മറക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ശരണ്യ ഇവിടെ അപ്സരയുടെ അടുത്ത്, ശരണ്യ, ഇൻഡയറക്ട്ലി എന്തോന്നാണിത്, അവൻ ഒന്നും ചെയ്യുന്നില്ല, ഋഷി
അവൻ ക്യാപ്റ്റനാണ്, അവൻ ഒരു പണിയെടുക്കുന്നില്ല, വെറുതെയാണ്. അവൻ അൻസിബയും ജാൻമണിയും കൂടെ പാമ്പർ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. അപ്പം അപ്സര, എനിക്കറിയാം നമ്മൾ വിചാരിക്കുന്ന പല കാര്യം ഇവിടെ നടക്കൂല, നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരും അല്ല ഇവിടെ ഉള്ളത്. ഓ അപ്പോൾ ശരണി നീ ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ അടുത്ത് അപ്സരയും അർജുനും കൂടെ സംസാരിക്കുകയാണ്. അതെ ഒരു കാര്യം ചെയ്യൂ, നീ ഋഷീനെ ക്യാപ്റ്റൻ മാറ്റിയിട്ട് ശരണ്യനാക്കൂ. അപ്പോൾ ചേച്ചി ഋഷി കയറി വഴക്കിടും. എന്നാൽ പിന്നെ സിബിനെ ക്യാപ്റ്റനാക്കൂ, ശ്രീരേഖനെ മാറ്റിയിട്ട്. ശ്രീരേഖ ചേച്ചിക്കും ദേഷ്യമാവും. ചേച്ചി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞ് പോവുകയാണ്. അത് കഴിഞ്ഞ് ഗബ്രി ശ്രീധുവിൻ്റെ അടുത്ത്, ഈ വീട്ടിൽ ആര് പവർ ടി വിയിൽ വന്നാലും ഞാൻ കയറിയാലും ഒന്നുമില്ല, പക്ഷെ പവർ ടീമിൽ കയറിയിട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു വിലയുണ്ടാവില്ല. അത് കഴിഞ്ഞ് സിബിൻ്റെ പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് ഋഷിയും അൻസിബയും കൂടെ. ഇപ്പോൾ ഋഷി പറയുന്നുണ്ട്, ഒരാൾ പറയുന്നു ഇവിടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇവിടെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ഇമോഷണലാവും. ഇവിടെ പുറത്തെ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്, ഈ ഗെയിമിൽ തന്നെ നിൽക്കും. നിന്നോട് ഇത് ആര് പറഞ്ഞത്? അല്ല സായി ആയിരിക്കും. സായിയാണ് അല്ലേ. പിന്നെ നീ ജയിക്കേണ്ട ഗെയിമായിരുന്നു കഴിഞ്ഞ ടാസ്ക്, നീ ജയിച്ചില്ല, നിൻ്റെ കാര്യം മാത്രം നീ കേട്ടാൽ മതി, നിൻ്റെ മനസ്സ് മാത്രം കേട്ടോ എന്ന് അൻസിബ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ജിൻഡോ, ഞാൻ നന്നാവൂല അമ്മാവാ കഴിഞ്ഞ് നമ്മുടെ ക്യാമറ നോക്കിയിട്ട് മുടിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. ജാൻമണി ഇവിടെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോയിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ജിൻഡോ കരച്ചിൽ, എൻ്റെ അമ്മ. അവിടെ നന്ദനയുടെ കഥ കേട്ടിട്ട് വന്നിട്ടാണ് ഈ കരച്ചിൽ. ഓ ജിൻഡോ ചേട്ടാ മിണ്ടാതിരിക്കിച്ചേട്ടാ, ഞാനിത് എന്ത് പറയാൻ, ഈ മനുഷ്യൻ്റെ അടുത്ത് മേക്കപ്പ് ഒക്കെ അഴിഞ്ഞു പോവും. അത് കഴിഞ്ഞ് നോറ നന്ദനയെ കൂടെ സംസാരിക്കും. നോറ പറയാണ്, നീ കരയുന്ന കാര്യം കാണിക്കേ വേണ്ട കേട്ടോ. അപ്പം നന്ദന, ദൈവം വഴി തുറന്ന് തന്നതാണ് ഈ ബിഗ് ബോസ്, പിന്നെ നിന്റെ കഷ്ടപ്പാട് കണ്ട് ദൈവം വഴി തുറന്ന് തന്നെയാണ്. നന്ദന, ഞാൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാണെന്ന് ജാസ്മിൻ പറഞ്ഞു, അതാണ് എനിക്ക് ദേഷ്യം വന്നത് കേട്ടോ, അത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ നിന്ന് എത്തിയത്. അത് കഴിഞ്ഞ് ജിൻഡോയുടെ ഷോർട്ട് ടൈമാണ്. ജിൻഡോ വരുന്നുണ്ട്, ജിയ ജലേ ജാൻ ജലേ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഋഷിയും ജാൻമണിയും. ഋഷി പറയണം, അർജുനില്ലേ, ഹീസ് നോട്ട് മൈ ഫ്രണ്ട്, ഹീസ് എ ഗെയിമർ നൗ. അപ്പം ജാൻമണി, നോ ഡോണ്ട് വറി, ഐ ആം ദെയർ ഫോർ യു മൈ ബേബി, ഞാനുണ്ടല്ലോ നിനക്ക് വേണ്ടി, ഞാനുണ്ട് ഋഷി, നീ വിഷമിക്കേണ്ട. അപ്പം അല്ല നിങ്ങളും അൻസിബയൊക്കെ ഉള്ളതാണ് എൻ്റെ ആകെ ഒരു ഇത്, പിന്നെ ജിൻ്റപ്പനും ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാണ് റംസാൻ നീലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, അതിൻ്റെ പാട്ട് പ്രാക്ടീസ് നടക്കുകയാണ്. അപ്പോൾ BB+ കഴിഞ്ഞു. ഇനി നാളെ അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.